ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിസ്ബറി കിച്ചണിലെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നാടൻ ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പുഴയിൽ നിന്നും പിടിച്ച നങ്ക് കൊണ്ടുള്ള ഒരു ഫ്രൈ, പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ചാളക്കറി. ചാളക്കറിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇത് രണ്ടും ഉണ്ടാക്കുന്നത് ഇക്കയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി വേണമല്ലോ. ചട്ടി മേടിക്കാനായിട്ട് ചട്ടി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവാം. നമ്മൾ ഈ കാണുന്നത് ചട്ടി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അതായത് ചെങ്ങമനാട് എന്ന് പറയുന്ന നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. മെയിൻലി ഇവിടെ കറികൾക്ക് വേണ്ടിയിട്ടുള്ള ചട്ടികളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ നല്ല ഭംഗിയുള്ള വ്യത്യസ്തമായിട്ടുള്ള കറികളുടെയും അതുപോലെ തന്നെ നമുക്ക് ഷോ ഒക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസും എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലേക്കും ഇവരിത് കയറ്റി അയക്കുന്നുണ്ട്. ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ്റെ സമീപത്താണ് നമ്മൾ ഈ പോയിട്ടുള്ള ഈ ആല. അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്ത് കുറേ വീടുകളിൽ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നു. ആദ്യം കണ്ട നമ്മുടെ കറുത്ത ചട്ടി പോലത്തെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ വ്യത്യസ്തമായിട്ട് ഒരു പിടിയൊക്കെ ഉള്ള ടൈപ്പാണ് ഇപ്പം ഞാൻ മേടിച്ചിട്ടുള്ളത്, ഇപ്പം നമ്മൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ചട്ടികൾ, പല ടൈപ്പ് ചട്ടികളുണ്ട്, കലങ്ങളുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭംഗിയുള്ള ഷോക്ക് വയ്ക്കാൻ പറ്റിയ ഐറ്റംസും ഉണ്ട്. രാമകൃഷ്ണൻ ചേട്ടൻ്റെ ആലയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് പോയിട്ടുള്ളത്. ഈ ചേട്ടൻ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവരുടെ കലങ്ങളും മറ്റും കയറ്റി അയക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറിക്കുള്ള ചട്ടിയൊക്കെ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ നങ്കൊന്ന് വേടിക്കാം. അപ്പോൾ നമ്മളിത് മീൻകടയിൽ എത്തിയിട്ടുണ്ട്. നല്ല ഒരു നാടൻ നങ്കാണ് ഇപ്പോൾ ഇവിടെ ഈ തട്ടിൽ കാണുന്നത്. അതുപോലെ തന്നെ ചെമ്മീനുണ്ട്. അപ്പോൾ ജീവനോടുള്ള നങ്കാണ്. നമ്മളിപ്പോൾ അതിനെ മേടിക്കുകയാണ്. ഏകദേശം 200 രൂപ വില വരുന്ന നങ്കാണ് ഇപ്പോൾ നമ്മൾ മേടിക്കുന്നത്. എപ്പോഴും പുഴയിൽ കാണുന്ന ഒരു മീനൊന്നുമല്ല ഈ നങ്ക്. വല്ലപ്പോഴും കാണപ്പെടുന്ന, സീസണലായിട്ട് കാണപ്പെടുന്ന ഒരു മീനാണ്. ഈ മീൻ നന്നാക്കാൻ എളുപ്പം തന്നെയാണ്. അതിൻ്റെ രണ്ട് സൈഡിലുള്ള തോല് നമ്മൾ ആദ്യം ഒന്ന് പറിച്ച് കളയണം. അതിനായിട്ട് ചെറിയ തലയുടെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് കത്തി കൊണ്ട് ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് പിന്നെ പതുക്കെ അങ്ങ് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. ഒരു തുണിയോ മറ്റോ ഉപയോഗിച്ച് വലിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി ഈസി. കാരണം ഈ മീനിന് ചെറുതായിട്ടൊരു വഴുവഴുപ്പുണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുണി കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ അതങ്ങ് വലിച്ചെടുക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇക്കയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ മീൻ നന്നാക്കുന്നത്. അപ്പം നമ്മുടെ മീനെല്ലാം നന്നാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയിൽ കഴുകിയതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളകൊന്ന് ചതച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൊടികളെല്ലാം മീനിൽ ഇപ്പോൾ ശരിക്കും തേച്ച് പിടിപ്പിക്കുകയാണ്. കുറേ നേരമായിട്ടാണ് ഈ പരിപാടി തുടങ്ങിയിട്ട്. എപ്പോഴാണാവോ കൈ നീറുക എന്ന് പറയാം. ഇന്ന് ഞങ്ങൾ കിച്ചൺ ഇക്കാക്ക അങ്ങോട്ട് വിട്ടു കൊടുത്തേക്കാണ്. ഞാനും ഉമ്മിച്ച് മാറി നിൽക്കുകയാണ്. ഇന്ന് ഫുൾ ഇക്കാടെ കയ്യിലാണ്. അവസാനം എന്താവുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ മീൻ മസാല പരട്ടിയിട്ട് ഒരു 20 മിനിറ്റെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ആയിട്ട് നമ്മുടെ മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ പാനിൽ ഏകദേശം നമ്മൾ ഒരു 2-3 എണ്ണം ഇടാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല വീതിയുള്ള നങ്കായിരുന്നല്ലോ. 3 എണ്ണ ഇപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു പ്രാവശ്യം. ഇത് ഒരു വശം നല്ല പോലെ ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഒരു വശമായപ്പോൾ നമ്മുടെ മീനെല്ലാം ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വശം കൂടി നല്ല പോലെ ആയി വരുമ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. മീനെല്ലാം പൊരിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ സ്പെഷ്യൽ മീൻകറിയിലേക്ക് കിടക്കാം. അപ്പം ഇത്രയും സാധനങ്ങളും പിന്നെ കുറച്ച് പൊടികളുമാണ് നമ്മുടെ ഈ മീൻകറിയിലേക്ക് ആവശ്യം. പിന്നെ കുറച്ച് തേങ്ങയും. നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇന്ന് പച്ചക്കൊടംപുളി കൊണ്ടാണ് കറി വെക്കുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കൊടംപുളി കണ്ടിട്ടില്ല എന്ന്. അതായത് പല നാടുകളിലും, ഇപ്പം എൻ്റെ നാട്ടിലൊന്നും ഇതങ്ങനെ സുലഭമല്ല. നമ്മളൊക്കെ വാളംപുളി കൊണ്ടാണ് കറി വയ്ക്കുക. നേരെ മറിച്ച് ഇവിടെ ആലുവയിലൊക്കെ നമ്മൾ കൊടംപുളി കൊണ്ടാണ് കറി വയ്ക്കാറ്. കൊടംപുളി തന്നെ ഇത് പച്ചയായിട്ട് നമ്മൾ മാങ്ങയൊക്കെ ഇടുന്ന പോലെ തന്നെ ഈ പച്ച കൊണ്ടും നമ്മൾ കറി വയ്ക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഈ കൊടംപുളിയാണ്. മീഡിയം വലിപ്പമുള്ള തേങ്ങയുടെ പകുതി ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്.
നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളിന്ന് മേടിച്ച പുതിയ ചട്ടി ഒന്ന് മയക്കിയെടുക്കണം ആദ്യം തന്നെ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ഇത് മയക്കിയെടുക്കാനായിട്ട്. അതായത് നമ്മൾ ഇതിൽ നിറച്ചും ചട്ടി നിറയെ വെള്ളം എടുത്ത് വെക്കണം. ഒരു 3-4 മണിക്കൂറെങ്കിലും മിനിമം ചട്ടിയിൽ വെള്ളം എടുത്ത് വെക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് ചെറുതായിട്ട് ആ വെള്ളം ഒന്ന് ചൂടാക്കി ആ വെള്ളം കളഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കറി വെക്കാം. ഈ ചട്ടിയിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. ഇതോടൊപ്പം നമുക്ക് കുറച്ച് അല്പം വെള്ളം ചേർക്കണം. 2 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ചാറ് കൂടുതലുള്ള ആളുകൾക്ക്, ആവശ്യമുള്ള ആളുകൾക്ക് അതിൽ കൂടുതൽ വെള്ളം ചേർക്കാം. അതല്ല കുറവ് മതിയെങ്കിൽ അങ്ങനെയും ആവാം. നമ്മളിന്നിപ്പോൾ ഇവിടെ 1 കിലോ മീനാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് അല്ലെങ്കിൽ വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് 3 എണ്ണം നടുകീറിയത്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പിന്നെ കറിവേപ്പിലയും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കുടംപുളിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുളിയാണിത്. ഇത് നല്ല പുളിയുള്ള ടൈപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിലത്തെ പുളി. ഇതിൻ്റെ കുരു എല്ലാം ഉള്ളിലത്തെ നമുക്ക് മാറ്റണം. ഇത് പുളി കൂടിയ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പകുതി ഭാഗേ ആവശ്യമുള്ളൂ. വലിയ പുളിയാണ്, അപ്പോൾ പകുതി ആവശ്യമുള്ളൂ. ഇത് നമുക്ക് ചെറുതായിട്ട് ഒരു 3 പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ കണ്ട പുളിയുടെ കുരുവൊക്കെ നമുക്ക് പണ്ട് ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ കഴിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതുകൊണ്ട് അതിൻ്റെ ആ പാട കൊണ്ട് ചമ്മന്തിയൊക്കെ അരച്ചാൽ നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ. നമ്മൾ മീൻകറി മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ തളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ മൂടുമ്പോൾ പകുതി ഭാഗേ മൂടാവും. മുഴുവനായിട്ട് മൂടിക്കഴിഞ്ഞാൽ ഇത് തിളച്ച് പോവും. അപ്പോൾ അതിൻ്റെ ആ അരപ്പൊക്കെ പുറത്തേക്ക് പോവും. അപ്പോൾ കറി ടേസ്റ്റ് ഇല്ലാതെയാവും. അതുകൊണ്ടാണ് നമ്മൾ പകുതി ഭാഗം മൂടി വയ്ക്കുന്നത്. ഇപ്പോൾ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയാലോ നമ്മുടെ ചാളയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറി ശരിക്കും തിളച്ച് ആ പൊടിയുടെയൊക്കെ ഒരു കുത്തൊക്കെ മാറിയതിന് ശേഷം മീനിടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മീനിട്ട് കഴിഞ്ഞാൽ കയ്യിലോണ്ട് ഇളക്കാതെ നമ്മൾ പതുക്കെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കറിയിലേക്ക് കുറച്ച് വെണ്ടയ്ക്കയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരു 5-6 വെണ്ടയ്ക്ക ഒരു 2 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക സ്വാദ് നമ്മുടെ ഈ മീൻകറിക്ക് കിട്ടും. നമ്മൾ വെണ്ടയ്ക്ക ഇടുകയാണെങ്കിൽ ഒരു ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ് ഈ വെണ്ടയ്ക്കയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ മീനിൻ്റെ ചാറിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ടും വെന്ത് വരും. നമ്മുടെ കറിയിൽ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ നല്ല പോലെ തിളച്ച് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്കയും നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യാം. അപ്പോൾ താളിക്കാനായിട്ട് കുഞ്ഞൊരു ചട്ടിയിൽ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ചെറിയുള്ളി ഇപ്പോൾ ഒരുവിധം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പിലയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. വേപ്പില കൂടി നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും ഇങ്ങനെ ചെയ്താൽ. ഇതൊരു ടിപ്പാണ്. നമ്മുടെ മീൻകറി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നല്ലൊരു ചുവപ്പ് കളറ് കറിക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. കൂട്ടുകാരെ, എൻ്റെ സ്പെഷ്യൽ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം. വളരെ സ്വാദിഷ്ടമായ ഒരു മീൻകറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നങ്ക് ഫ്രൈ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീട്ടിലത് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ്ബറി.